രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിൽ ഞാൻ അതുകൊണ്ടാണ് സാറിനോടും കൂടെ റിക്വസ്റ്റ് ചെയ്തത്. കാര്യം സമാനമായൊരു കേസിൽ ഞാൻ ആദ്യത്തെ പരാതിക്കാരിക്കെതിരെ ഒരു നിലപാട് പറഞ്ഞതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറിന് തിരുത്താം, എൻ്റെ പരാതിയും സാറൊന്ന് മെൻഷൻ ചെയ്യാം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മയമായി കോടതിയുടെ മുന്നിലുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ചോദിക്കുകയാണ്, റേപ്പ് ചെയ്തു, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു, തുപ്പി, അവരെ ഒരുപാട് ദ്രോഹിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകും? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് 3 BHK വേണോ 2 BHK വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും? ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും, സൗന്ദര്യപ്പടക്കങ്ങൾ വരും, അടി വരും, ഫൈറ്റ് വരും. പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്, ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ്. നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനം, ഇന്ത്യൻ മാത്രമല്ല ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യയിലെയും ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ബാക്കി ആരുടെയും സ്ത്രീപക്ഷ കേസുകൾ എടുത്താൽ ഇവിടെ നടക്കുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. അതായത് ഇവിടെ പലപ്പോഴും എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് എന്നാണ് നമ്മൾ പലരും സമൂഹവും മാധ്യമങ്ങളും കാണുന്നത്. നേരെ തിരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ്. അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാം, എനിക്കൊരു വ്യക്തിബന്ധവുമില്ല ആ മനുഷ്യനോട്. ഞാൻ ജീവിതത്തിൽ 2 തവണ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ തടയാൻ ശ്രമിച്ചതും ശ്രീ VD സതീശനിൽ ഇടപെട്ട് പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കരുത് എന്ന് ശക്തമായി അന്ന് സമ്മർദ്ദം ചെലുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എനിക്ക് ഒരു വ്യക്തിബന്ധവും ഇല്ലാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു പീഡനാരോപണം നിലനിൽക്കില്ല. രണ്ടാമത്തെ പരാതി വന്നപ്പം കോടതി പറഞ്ഞു ഈ പരാതിയിൽ ഞങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നുവെന്ന്. അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അയാൾക്കും ഒരു അമ്മയില്ലേ, അയാൾക്കും വീട്ടിൽ ആൾക്കാരില്ലേ, അവർക്ക് മക്കളില്ലേ? ഈ അതിജീവിതയെ, പരാതിക്കാരിയെ, ഇരേ ഏത് വാക്ക് വിളിച്ചാലും ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണണം. അപ്പുറത്ത് നിൽക്കുന്ന ആണിനും ഇതൊക്കെ ഇല്ലേ? ഇതിൻ്റെ പേരിലാണ്, ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ 16 ദിവസത്തോളം കിടന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. കാര്യം ആ പെൺകുട്ടി വിവാഹിതയാണ് എന്നടക്കമുള്ള കാര്യം മാധ്യമങ്ങൾക്കറിയാമെങ്കിലും ആരും അറിഞ്ഞില്ല. അത് വെളിയിൽ കൊണ്ടുവന്നത് ഞാനാണ്. അതിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിലിട്ടത്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇതേ എറണാകുളം, എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചതെന്ന് തോന്നുന്നു, ഇതേ എറണാകുളം പ്രസ് ക്ലബ്ബിലും നിങ്ങളോട് സംസാരിച്ചു. ആ മനുഷ്യൻ, ആ പേര് പോലും ഞാൻ പറയുന്നില്ല, കാര്യം സാറ് പറഞ്ഞു പേരൊന്നും പറയരുത്, ഇനി അത് വേറെ ഏതെങ്കിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ലൈക്ക് പോലും ചെയ്യരുത്. അയാൾ ഫേസ്ബുക്കിൽ എനിക്ക് അനുകൂലമായൊരു വീഡിയോ ഇട്ടു. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ബാക്കി 2 പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമടക്കമുള്ളവരാണ് തെറ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തു. ഞാൻ ഷെയർ പോയിട്ട് ഞാൻ ലൈക്ക് പോലും ചെയ്തില്ല. കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് വേണമെങ്കിൽ ഇനി പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.